യേശു തൻ്റെ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് വചനം പ്രസംഗിക്കുന്നു, വചനം പഠിപ്പിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു. 4 വിധത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്നു. ആ 4 തരത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പുതിയ നിയമത്തിൽ മാത്രമാണോ ഈ പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ നടക്കുന്നതെന്നൊരു തെറ്റായ ചിന്ത ചിലരുടെ മനസ്സിലുണ്ട്. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവാക്യം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ട് മാറുകയും ചെയ്തിരുന്നു. ബൈബിളിലുള്ള കൊണ്ടുവന്നിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചേർന്ന് വായിക്കാം. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യുദ്ധം നടക്കുന്നു. ആ യുദ്ധം വിജയിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ആളുകൾ പറയുകയാണ്, ദാവീദ് 1000 കൊന്നു. അതാണോ? ആണോ? സാവൂൾ 1000 കൊന്നു, എന്നാൽ ദാവീദ് 10,000 കൊന്നു. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അല്പം പിന്നോട്ടം പോകണം. സാവൂള് ഈ ദേശത്തിൻ്റെ രാജാവാണ്. ദാവീദ് കൊട്ടാരത്തിലെ സൈന്യത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നു. യുദ്ധം നടക്കുന്നു. രാജാവിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുന്നു. ദാവീദിൻ്റെ നേതൃത്വത്തിലും സൈനിക തലവന്മാരുടെ നേതൃത്വത്തിലൊക്കെ യുദ്ധം നടക്കുന്നു. സാവൂൾ 1000 കൊന്നു, എന്നാൽ ദാവീദ് 10,000 കൊന്നു. ഇത് കേട്ടപ്പോൾ രാജാവായ സാവൂളിന് എന്ത് സംഭവിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. സാവൂളിന് അനിഷ്ടം, കോപം, വെറുപ്പ്, വൈരാഗ്യം, അഹങ്കാരം മുതലായവ വികാരങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടിപ്പറ്റി. ആ കൂടിപ്പറ്റി കഴിഞ്ഞ സമയത്ത് ദാവീദിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു. മുൻപ് പൈശാചിക ശക്തികൾ സാവൂളിൻ്റെ മേൽ വന്ന് പിടിമുറുക്കുന്ന സമയത്ത് ദാവീദിനെ വിളിക്കുകയും ദാവീദ് കിന്നരം വായിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്ത സമയത്താണ് സാവൂളിന് വിടുതൽ കിട്ടിയത്. പൈശാചിക ശക്തിയുടെ മേൽ നിന്ന് വിടുതൽ വാങ്ങിക്കൊടുത്തത് ദാവീദാണ്. എന്നാൽ യുദ്ധവിജയം നേടിക്കഴിഞ്ഞപ്പോൾ സാവൂൾ 1000 കൊന്നപ്പോൾ ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞ സമയത്ത് സാവൂളിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞേ? അനിഷ്ടം, കോപം, വെറുപ്പ്, അഹങ്കാരം, അസ്വസ്ഥത മുതലായ നിഷേധാത്മകമായ വികാരങ്ങൾ അവൻ്റെ ഉള്ളിൽ കടന്നുകൂടി. ഒരു പൈശാചിക ശക്തിയുടെ സ്വാധീനം അവൻ്റെ ഉള്ളിൽ കടന്നുകൂടി. അന്ന് മുതൽ ദാവീദിനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങുന്നു. ആ പരിശ്രമങ്ങൾ ഒന്നും തന്നെ വിജയിക്കുന്നില്ല. എന്നാൽ ദാവീദ് സാവൂളിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്തെല്ലാം സാവൂളിന് യുദ്ധവിജയമുണ്ടായി. സാവൂളിനെ വിട്ട് ദാവീദ് പോയി അവസാനം ഫിലിസ്തീൻ രാജ്യത്ത് പോയി അഭയം തേടുകയും പിന്നീട് നടന്ന യുദ്ധങ്ങളിലെല്ലാം സാവൂള് പരാജയപ്പെട്ടു. സാവൂള് തുടരെ പരാജയപ്പെട്ട സമയത്ത് ആ നാട്ടിലെ പ്രവാചകന്മാരുടെ അടുത്തേക്കും ദീർഘദർശികളുടെ അടുത്തേക്കും സാവൂള് കടന്നു ചെന്നു. അവരോട് പറഞ്ഞു, പ്രാർത്ഥിക്കുക, എന്താണ് ദൈവത്തിൻ്റെ ഹിതമെന്ത്? യുദ്ധം നടക്കുന്ന സമയത്ത് പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്തു, അമലേക്യർ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗത്തെ പരിപൂർണമായി നശിപ്പിച്ച് ദേശത്തു നിന്ന് തന്നെ നാട് കടത്തി വിടണമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടും ഈ അമലേക്യരെ പരിപൂർണമായി നശിപ്പിക്കാനോ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുവാനോ സാവൂള് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവകോപം അവനെതിരെ ജ്വലിച്ചു. തുടർന്ന് നടന്ന എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെടുന്നു. പ്രവാചകന്മാരുടെ അടുത്തും ദീർഘദർശികളുടെ അടുത്തൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനാ സഹായം തേടുന്നു, യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വേണ്ടി പരിശ്രമിക്കുന്നു. എന്നാൽ ആ പരിശ്രമങ്ങളിൽ ഒന്നും തന്നെ അവന് വിജയം നേടുവാനായിട്ട് സാധിച്ചില്ല.
അങ്ങനെ യുദ്ധവിജയം നേടാൻ വന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തുടങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് 28-ാമത്തെ അധ്യായത്തിൽ 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അവിടെ വളരെ വിചിത്രമായ ഒരു സംഭവം, ഇസ്രായേലിൽ മുൻപ് സംഭവിക്കാത്ത ചില കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നു. അത് നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള ഒരു പ്രത്യുത്തരമാകാൻ അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. 28-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സാവൂൾ മന്ത്രവാദിനിയുടെ അടുക്കലേക്ക് പോയി, ദൈവത്തോട് പ്രാർത്ഥിച്ചു, സന്ദേശം കിട്ടുന്നില്ല. അപ്പം എവിടെ പോയി? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട സാവൂൾ പ്രവാചകന്മാരുടെയും ദീർഘദർശികളുടെയും പുരോഹിതന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് സന്ദേശങ്ങൾ, ദൈവിക സന്ദേശം ലഭിക്കാതെ വന്നപ്പോൾ നേരെ പോയതെങ്ങോട്ടാണ്? മന്ത്രവാദിനിയുടെ അടുത്തേക്ക്. നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു, ഇടവപ്പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, നാട്ടിൽ നടക്കുന്ന കൺവെൻഷനിൽ പ്രാർത്ഥിക്കുന്നു, ധ്യാനമന്ദിരങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, വിവിധ ധ്യാനമന്ദിരങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, വിവിധ തരം പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടിട്ടും ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വരുന്ന സമയത്ത് ചില ആളുകൾ എന്തു ചെയ്യുന്നു? മറ്റ് തരത്തിലുള്ള ചില പരിപാടികൾക്കൊക്കെ പോകുന്നു. തൃശ്ശൂർ ജില്ലയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ സെൻറ്ററാണ്. ഈ കാഞ്ഞാണി എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ സ്ഥലത്ത് നിന്ന് പെരിങ്ങോട്ടുകര വരെയുള്ള ആ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ വളരെ വിചിത്രമായ ചില ബോർഡുകളൊക്കെ കാണും. അവണങ്ങാടൻ ചാത്തൻ, കാരണയിൽ ചാത്തൻ, കാനാടി ചാത്തൻ, അങ്ങനെ പല പല ലിസ്റ്റ് ഓഫ് ചാത്തന്മാർ. പണ്ട് അവിടെ ഈ 2-3 ഇത്തരം സാധനങ്ങൾ. ഇപ്പോൾ പോകുമ്പോൾ അവിടുത്തെ സിനിമാ തിയേറ്റർ ചാത്തൻ്റെ, ഓഡിറ്റോറിയം ചാത്തൻ്റെ, പെട്രോൾ പമ്പ് ചാത്തൻ്റെ, സൂപ്പർ മാർക്കറ്റ് ചാത്തൻ്റെ, ദേശം മുഴുവൻ ചാത്തന്മാർ പിടിമുറുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ ഈ അടുത്ത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളം കുടിക്കാനായിട്ട് അവിടെ വാട്ടർ ഫിൽറ്റർ വെച്ച് അതിലേക്ക് നോക്കിയപ്പോൾ അതിനകത്തൊരു സ്റ്റിക്കർ വെച്ചിരിക്കുകയാണ്. എന്താണ്? കാനാടി ചാത്തൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വരുന്ന കുടിക്കാൻ വെച്ചാണ് വെള്ളം സ്പോൺസർ ചെയ്യുന്നത്. എന്താ? ചാത്തൻ സ്പോൺസർ ചെയ്താണ്. ഞാനിത് പറയുന്നത് ഒരു സാത്താന്യ ശക്തികളുടെ ഒരു ദുസ്വാധീനം ഈ ദേശത്തിൻ്റെ മേലും ചില വ്യക്തികളുടെ മേലും ചില വസ്തുക്കളുടെ മേലും ഒക്കെ ഈ ദുസ്വാധീനം നിലനിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ കാര്യം പറയാം. നല്ല വിദ്യാഭ്യാസമുള്ള വക്കീൽ. അദ്ദേഹത്തിന് ആപ്പിൾ കമ്പനിയുടെ ഈ ഐഫോൺ എന്ന് പറയുന്ന ഫോൺ ഒരു ബലഹീനതയാണ്. ആ ഫോൺ മാത്രമേ അദ്ദേഹം ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം എപ്പോഴൊക്കെ ഈ ഫോണും കൊണ്ട് പോകുന്നോ ഇത് എവിടെയെങ്കിലും മറന്നു വയ്ക്കും. എവിടെയാണ് മറന്നു വെച്ചതെന്ന് പുള്ളിക്ക് ഓർമ്മയില്ല. ഈ ഫോൺ ഇങ്ങനെ തുടർച്ചയായിട്ട് നഷ്ടപ്പെട്ട സമയത്ത് ഇദ്ദേഹം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ഈ ഫോൺ പോവാതിരിക്കാൻ വേണ്ടി എടവപ്പള്ളിയിൽ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, വെഞ്ചരിച്ചു. ഫോൺ വെഞ്ചരിച്ചു. പിന്നെ അദ്ദേഹം ഭയങ്കര ഭക്തനായതുകൊണ്ട് തൃശ്ശൂർ ലത്തീൻ പള്ളിയിലും പുത്തമ്പള്ളിയിലും പിന്നെ 1-2 ധ്യാന മന്ദിരങ്ങളിലൊക്കെ പോയിട്ട് ഈ ഫോൺ പോകുന്നു എന്നുള്ള വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഫോണും പ്രാർത്ഥന കഴിഞ്ഞ ഫോണും പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വക്കീലാണ്. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു വക്കീലിനോട് പറഞ്ഞു, എൻ്റെ ഫോൺ നിരന്തരം നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്തായ വക്കീൽ പറഞ്ഞു, ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. ഫോണിൻ്റെ ലോക്ക് മാറ്റിയിട്ട് ഒരു ദിവസത്തേക്ക് എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ ഈ പ്രശ്നം പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഈ ഫോൺ കൊണ്ടു കൊടുത്തു. ആ ഫോൺ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ റിംഗ് ടോണിന് മാത്രം ഒരു ചെറിയൊരു മാറ്റമുണ്ട്. മുൻപ് സിനിമയുടെ പാട്ടും ഭക്തിഗാനവും ഒക്കെയാണ് റിംഗ് ടോൺ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ റിംഗ് ടോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി കൂവുന്നതാണ് റിംഗ് ടോൺ, അല്ലെങ്കിൽ ചാത്തൻ കോഴി കൂവുന്ന ഒരു റിംഗ് ടോണായി ഈ ഫോണിൻ്റെ റിംഗ് ടോൺ മാറി. ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞത് എന്താണ്, ഈ പെരിങ്ങോട്ട ദേശത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള ചില പൂജയൊക്കെ നടത്തി റിംഗ് ടോൺ മാറ്റി കൊണ്ടു കൊടുത്തു. അതിനുശേഷം ഇദ്ദേഹം പള്ളിയിൽ പോവും, ഞായറാഴ്ച പള്ളിയിൽ പോവും, മലയാറ്റൂർ പോവും, ഏകദിന ധ്യാനങ്ങൾക്ക് പല സ്ഥലത്തേക്കും ബസ്സിലൊക്കെ കയറിപ്പോവും. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ നടക്കുന്ന ചൊവ്വാഴ്ചയൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകൾക്കൊക്കെ പോവും. നല്ല ഭക്തജീവിതം നയിച്ചു. ഇദ്ദേഹത്തിന് വളരെ സന്തോഷം, പ്രാർത്ഥനയും നടക്കുന്നുണ്ട്, ഫോൺ നഷ്ടപ്പെടുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ
അധികം ദിവസമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞു. ഫോണൊന്നും പോയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കുളിമുറിയിൽ കാല് വഴുക്കി വീണു, വലതുകാല് ഒടിഞ്ഞു. വലതുകാല് ഒടിഞ്ഞു എന്ന് മാത്രമല്ല, അതിൻ്റെ എന്തോ ലിഗ്മെൻ്റ് പോയി, വേറെ എന്തോ സാങ്കേതിക പദം എന്തു തന്നെയായാലും ഇദ്ദേഹത്തിന് 6 മാസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റിയില്ല. ഫോൺ പോയില്ല, പക്ഷെ എന്തായി, കാല് പോയി. അങ്ങനെ 6 മാസം കഴിഞ്ഞ് ഇത് ഹീലിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ നടക്കാൻ പറ്റുന്നില്ല. ആ നടക്കാൻ പറ്റാതെ വന്ന സമയത്ത് ഫിസിയോതെറാപ്പിയൊക്കെ നടത്തി. അങ്ങനെ 1 മാസത്തോളം ഫിസിയോ ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒന്ന് കുറേശ്ശെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് റോട്ടിൽ കൂടെ പോകാൻ പറഞ്ഞു. അപ്പോൾ വലത്തെ കാലാണ് ഒടിഞ്ഞിരുന്നത്. അദ്ദേഹം ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച് റോട്ടിൽ കൂടെയൊക്കെ കുറേശ്ശെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മോട്ടോർ സൈക്കിൾ വന്ന് ഇടിച്ച് ഇടത്തെ കാല് ഒടിഞ്ഞു. വീണ്ടും കിടപ്പിലായി. വീണ്ടും 5-6 മാസം കഴിഞ്ഞപ്പോൾ അത് ശരിയായി. അപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളം ഫോൺ പോയില്ല, പക്ഷേ വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ടിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വലിയ വ്യാപാരിയാണ്. മൂന്നാറിലെ ഒരു പ്രോപ്പർട്ടി ഇദ്ദേഹം വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇന്നോവ കാറിൽ ഡ്രൈവറുണ്ട്, ഇദ്ദേഹം ഉൾപ്പെടെ പോകുന്നു. അവിടെ പോയി പ്രോപ്പർട്ടിയൊക്കെ കണ്ടു. തിരിച്ചു വരുന്ന സമയത്ത് ഫോൺ കയ്യിലുണ്ട്, ഫോൺ പോയിട്ടില്ല. പക്ഷെ ഒന്ന് സംഭവിച്ചു, കാറ് കൊക്കയിലേക്ക് മറിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ നടു ഒടിഞ്ഞു, വെർട്ടിബ്രൽ കോള ഒടിഞ്ഞു, ഇടുപ്പല്ല് പൊട്ടുകയും ചെയ്തു. വീണ്ടും ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ്, അതായത് ഏകദേശം 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് നടക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പുള്ളിയോട് പറയും, ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കരുത്. ആരായി മാമോൻ? മാമോൻ എന്ന് പറയുന്നത് ഇസ്രായേലിലെ വിജാതീയരായിട്ടുള്ള ആളുകൾ, യഹൂദന്മാരല്ലാത്ത ആളുകൾ കാശ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ദൈവമുണ്ട്. അവർക്ക് ബഹുജാതി ദൈവ ആരാധന നടത്തുന്നത് പല ദൈവന്മാരുണ്ട്. ഇപ്പോൾ തയ്യൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ മിനർവ ദേവിയോട് പ്രാർത്ഥിക്കും. കാറ്റുണ്ടായി കുഴപ്പമുണ്ടാവാതിരിക്കാൻ വേണ്ടി പോസിഡോൺ ദേവനോട് പ്രാർത്ഥിക്കും. മക്കളില്ലെങ്കിൽ അർത്തമിയൂസ് ദേവിയോട് പ്രാർത്ഥിക്കും. പുരുഷന്മാർക്ക് ലൈംഗികമായ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടെങ്കിൽ സിയൂസ് ദേവനോട് പ്രാർത്ഥിക്കും. അങ്ങനെ പലവിധ ദേവീ ദേവന്മാർ അവർക്കുണ്ട്. അങ്ങനെയുള്ള ദേവന്മാരിൽ ഒരാളാണ് മാമോൻ. സമ്പത്തിൻ്റെ ദേവനാണ് മാമോൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തെയും മാമോനെയും സേവിക്കരുതെന്ന്. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ദൈവത്തെയും മാമോനെയും സേവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, റിംഗ് ടോൺ ഇപ്പോഴും ചത്തങ്കോഴി ഈ കൂവുന്നത് തന്നെയല്ല, അതെ, അതിന് മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജേട്ടൻ ഒരു ഉപകാരം ചെയ്യണം. എന്താണ്? എനിക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നും ആപത്തും അപകടങ്ങളും പ്രശ്നങ്ങളുമാണ്. ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കാര്യമില്ല. എന്താ കാരണം? നിങ്ങൾ സദാസമയം നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഫോൺ നിങ്ങൾ ഒരു വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ റിംഗ് ടോൺ മാറി ചാത്തങ്കോഴിയിൽ ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, വ്യത്യസ്തമായ റിംഗ് ടോൺ കേട്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ദുർപൂജയ്ക്ക് വിധേയമാക്കിയിട്ടാണ് ഈ സാധനമാണ് നിങ്ങളുടെ കൂടെ വന്നത്. അന്ന് മുതലാണ് നിങ്ങളുടെ ദുരന്തം ആരംഭിച്ചത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വെളിച്ചം കയറിയത്. ആ വെളിച്ചം കയറിയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എന്താ ചെയ്യാം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾ ഗാകുലത്തേൽ പോയിട്ട് ബെന്യച്ചനെ കാണുകയാണെങ്കിൽ അച്ഛൻ അതിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ച് വിശദീകരിച്ച് നിങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ച് തരും. എന്തായാലും അദ്ദേഹം അത് ചെയ്തു. അതിനുശേഷം ഫോണും പോയിട്ടില്ല. ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു ആപത്തും സംഭവിച്ചിട്ടുമില്ല. മനസ്സിലായൊരു മാത്രം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഇത് അഡ്വാൻസായിട്ട് പറഞ്ഞതിൻ്റെ കാരണം, തുടർന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വചനഭാഗത്തിൽ ഇതാണ് കാണുന്നത്. സാവൂൾ മന്ത്രവാദിനിയെ കാണാനായിട്ട് പോകുന്നു. ആ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സാവൂൾ ഫിലിസ്ത്യരുടെ പട്ടാളത്തെ കണ്ട് ഭയപ്പെട്ടു. ഈ സത്യവിശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ വിജാതീയ ദേവീദേവന്മാരെ ആരാധിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന 1-ാമത്തെ വിഷയമാണ് അനാവശ്യമായ ഭയം, അനാവശ്യമായ ഉത്കണ്ഠ, അനാവശ്യമായ ആകുലത. എന്താണ്? ഭയം, ഉത്കണ്ഠ,
ആകുലത. ഇതെപ്പോഴാണ് വരുന്നത്? സത്യദൈവ ആരാധനയിൽ നിന്ന് വ്യതിചലിച്ചു പോയി അന്യദേവീ ദേവന്മാരെ ആരാധിക്കുന്ന തരത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാവൂൾ ഫിലിസ്ത്യരുടെ പട്ടാളത്തെ കണ്ട് ഭയപ്പെട്ട് മനസ്സ് അത്യധികം ഇളകിവശരായി. യുദ്ധത്തിന് പോയിട്ടേ ഉള്ളൂ, യുദ്ധം തുടങ്ങിയിട്ടില്ല. എതിർ സൈന്യത്തെ കണ്ടപ്പോൾ തന്നെ എന്താണ്? പേടി വന്നു. എതിർ സൈന്യത്തെ കണ്ട് പേടിച്ച ആൾക്ക് പിന്നെ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുമോ? ഇല്ല. തുടർന്ന് പറയാണ്, അവൻ കർത്താവിനോട് ആരാഞ്ഞു, പക്ഷെ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെ ഉത്തരം നൽകിയില്ല. അപ്പം യുദ്ധത്തിൽ തുടങ്ങുന്നതിന് മുമ്പേ പേടിച്ചു പോയത് കൊണ്ട് അവൻ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോയി കർത്താവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ മറുപടി നൽകിയില്ല. ഈ ഉറീം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു പരിപാടിയാണ്. ഉറീം തുമീം എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു കറുത്ത കല്ലും ഒരു വെളുത്ത കല്ലും വയ്ക്കുന്നു. ആ വെളുത്ത കല്ലും കറുത്ത കല്ലും ഒരു തുണിയിലിട്ട് ഇളക്കും, ഒരു സഞ്ചിക്കകത്തിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ദൈവം അനുകൂലമായ മറുപടിയാണെന്ന് പറഞ്ഞെങ്കിൽ കൈയിടുമ്പോൾ വെളുത്ത കല്ല് പുറത്തേക്ക് വരും. അതല്ലെങ്കിൽ ദൈവം നൽകുന്ന മറുപടി അനുകൂലമല്ലെങ്കിൽ കറുത്ത കല്ലായിരിക്കും കയ്യിലേക്ക് വരിക. അപ്പോൾ അനുകൂല മറുപടി അല്ലെങ്കിൽ യുദ്ധത്തിന് പോകരുത്. ഇത് അവരുടെ ഇടയിലുള്ള ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അറിയേണ്ട കാര്യമില്ല. തുമീം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പറഞ്ഞത് മാത്രം. കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെ ഉത്തരം നൽകിയില്ല. അപ്പോൾ സാവൂൾ എന്ത് ചെയ്തു? സാവൂൾ ഭൃത്യന്മാരോട് പറഞ്ഞൊരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക. ആരെ അന്വേഷിക്കാൻ? ഇവിടെ വരുന്നു, ഏതെങ്കിലും പ്രശ്നത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല, കൗൺസിലറെ കാണുന്നു. കൗൺസിലർ ചില വെളിപാട് സന്ദേശമൊക്കെ തരുന്നു. ആ സന്ദേശം നിങ്ങൾ ഉദ്ദേശിച്ച സന്ദേശമല്ലാത്തത് കൊണ്ട് ദുഃഖിതയായി മടങ്ങിപ്പോകുന്നു. പിന്നെ ചെയ്ത കാര്യമാണ് പറഞ്ഞത് എന്താണ്? ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക. ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ. എൻദോറിൽ മന്ത്രവാദിനിയുണ്ടെന്ന് ഭൃത്യന്മാർ പറഞ്ഞു. എൻദോർ എന്ന സ്ഥലമാണ്. ആ സ്ഥലത്തൊരു വളരെ പ്രശസ്തമായ മന്ത്രവാദിനി, നമ്മുടെ ഈ പെരിങ്ങോട്ടര പോലത്തെ വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ് ആ കാലഘട്ടത്തിൽ എൻദോർ എന്ന്. അവിടെ ഒരു മന്ത്രവാദിനിയുണ്ട്. ഈ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് ചെന്നു. 9-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, നിൻ്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവൻ്റെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഞാൻ ആവശ്യപ്പെടുന്ന ഒരാളെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തണമെന്നാണ് പറഞ്ഞത്. അവൾ പറഞ്ഞു, സാവൂൾ മന്ത്രവാദികളെയും ആഭിചാരകരെ നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് എനിക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കൊല്ലിക്കാൻ കെണി വയ്ക്കുന്നത്? അപ്പോൾ ഇതേ സാവൂൾ തന്നെ പണ്ട് മന്ത്രവാദിനികളൊക്കെ നാട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. ഈ വക പരിപാടിയൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഈ മന്ത്രവാദിനികളുടെയൊക്കെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട മന്ത്രവാദിനിയുടെ അടുത്ത് തന്നെ സഹായം തേടിക്കൊണ്ട് ചെല്ലുകയാണ്. ഞാനിത് കട്ട് ഷോട്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. 28-ാമത്തെ അധ്യായം. അവൾ ചോദിച്ചു, ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത്? മന്ത്രവാദിനി ചോദിക്കുകയാണ്, എന്താണ് പറയുക, ഞാൻ പറയുന്ന ഒരാളെ വിളിച്ചു വരുത്തണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആരെയാണ് വിളിച്ചു വരുത്തേണ്ടതെന്ന് ചോദിക്കുന്നു. സാമുവലിനെ വരുത്തുവാൻ അവൻ ആവശ്യപ്പെട്ടു. ആരെ വരുത്താൻ? സാമുവൽ. പ്രവാചകനായ സാമുവലിനെ വിളിച്ചു വരുത്തുവാൻ ആരാവശ്യപ്പെട്ടു? സാവൂൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതിനു മുൻപേ സാമുവൽ പ്രവാചകൻ മരിച്ചുപോയി. മരിച്ചുപോയ പ്രവാചകനെ വിളിച്ചു വരുത്താനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴും എനിക്ക് നിങ്ങളുടെ ഒരു ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എനിക്ക് അറിയാത്തതുകൊണ്ട് പറയാണ്. നെക്രോമാൻസി എന്ന് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തി കാണിച്ച്. നെക്രോമാൻസി ആരും തന്നെ ഇല്ല. മൃതസന്ദേശ വിദ്യ എന്നൊക്കെയാണ് അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണത്. എന്ത് വിദ്യ? മൃതസന്ദേശ വിദ്യ. അതായത് മരിച്ചുപോയവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരുടെ ആത്മാവിനോട് സംസാരിക്കുകയും ചില കാര്യങ്ങളൊക്കെ തീരുമാനമാക്കുന്ന ഒരു പരിപാടി. അത് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഈ കുന്നത്തങ്ങാടി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് ഈ പരിപാടി നടത്തുന്ന ഒരാളെ പരിചയപ്പെടുവാൻ ഇടയായി. വേറെ സ്ഥലങ്ങളിൽ കാണുമായിരിക്കാം. ഈ മൃതസന്ദേശ വിദ്യ നടത്തുന്ന ഒരു സഹോദരനോടെ പരിചയപ്പെടുവാൻ ഇടയായി. ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത്? സാമുവലിനെ വരുത്തുവാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതസന്ദേശ വിദ്യ ഉപയോഗിച്ച് മരിച്ചുപോയ സാമുവലിനെ വിളിച്ചു വരുത്തുവാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പഴയ നിയമത്തിലെ കാര്യമാണ് പറഞ്ഞത്, പുതിയ നിയമത്തിലല്ല. പുതിയ നിയമത്തിൽ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ്ലി അയാൾക്ക് ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് സംഭവിക്കുന്നു, തനത് വിധി സംഭവിക്കുന്നു. അതിൽ
പാപം ചെയ്ത് മാരകമായ പാപം ചെയ്ത് പശ്ചാത്താപിക്കാതെ ആ പാപത്തിൽ തന്നെ തുടരുന്ന ആളാണെങ്കിൽ അയാൾ നരകത്തിൽ പോകുന്നു. അയാൾ നിത്യനരകത്തിൽ തന്നെയാണ്, പിന്നെ അവിടെ നിന്ന് മോചനമൊന്നുമില്ല. ദൈവിക ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിച്ച് ദൈവാലോചന നടത്തി നന്മ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം ലഭിക്കുന്നു, അല്ലെങ്കിൽ സാബാതിനെ കൂടെ പഠിച്ച് അവരെ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതല്ലാത്ത എന്നെപ്പോലെയുള്ള ആളുകൾ ഇടയ്ക്ക് പാപം ചെയ്യും, കുമ്പസാരിക്കും, പിന്നെയും പാപം ചെയ്യും, പിന്നെയും കുമ്പസാരിക്കും, ഇടയ്ക്ക് നന്മ ചെയ്യും, ഇടയ്ക്ക് തിന്മ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ പോകുന്ന റിസർവ് ചെയ്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലമെന്നോ പർദീസ എന്നോ അബ്രാഹാമിൻ്റെ മടി എന്നൊക്കെ പറയും. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രബോധനം അതാണ്. യേശുവിൻ്റെ രണ്ടാം വരവിൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആളുകളുടെ ശുദ്ധീകരണം പൂർത്തിയാവുകയും അവരെയൊക്കെ യേശു സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. യേശു പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ആ വാസസ്ഥലങ്ങൾ ഒരുക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും വരും, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയും ആ വാസസ്ഥലത്തിൽ നിത്യഭവനത്തിൽ നിത്യസന്തോഷത്തിലേക്ക് നിങ്ങളെ ആക്കുകയും ചെയ്യും. ഇതാണ് യേശുവിൻ്റെ വാഗ്ദാനം. അപ്പോൾ യേശു ഈ വാഗ്ദാനം തരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. സാമുവേൽ പ്രവാചകൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ട പ്രവാചകനെ മന്ത്രവാദിനിയുടെ സഹായത്തോടെ വിളിച്ചു വരുത്താനായിട്ട് സാവൂൾ പരിശ്രമിക്കുന്നു. സാമുവേലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, സാവൂളിനോട് എന്തിനാണ് എന്നെ കബളിപ്പിച്ചത്? അങ്ങ് സാവൂളല്ലേ? ഇപ്പോൾ സാവൂൾ രാജാവ് വേഷപ്രച്ഛന്നനായി വന്നതുകൊണ്ട് മന്ത്രവാദിനിക്ക് സാവൂളിനെ മനസ്സിലായില്ല. പക്ഷെ വിളിച്ച് സാമുവേലിനെ വിളിക്കാൻ പറഞ്ഞു. സാമുവേൽ വിളിച്ചു. ആ സാമുവേൽ വന്നു. പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. ഈ മൃതസന്ദേശ വിദ്യയുമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അറിയാം. ഇതിൻ്റെ തിരിച്ചുള്ളൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം പറയാം. യേശു ലാസറിൻ്റെ കല്ലറയിലേക്ക് പോന്നു. ആ കല്ലറയിലേക്ക് പോകുന്ന സമയത്ത് കല്ലറത്തോട്ടത്തിൽ ഒരുപാട് ആളുകളെ മരിച്ചു കുഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ മരിച്ചവനെ ഉയർത്തെഴുന്നേൽക്കാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ലാസറെ പുറത്ത് വരിക, പേര് പറഞ്ഞ് വിളിക്കുന്നു. ആ പേര് പറഞ്ഞ് വിളിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ മരിച്ചു കടക്കാൻ മൊത്തം ആളുകൾ എഴുന്നേറ്റ് വന്നേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതസന്ദേശ വിദ്യയിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? പേര് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ആരെ പേര് പറഞ്ഞ് വിളിച്ചു? സാമുവേലിനെ പേര് പറഞ്ഞ് വിളിച്ചു. സാമുവേൽ വരികയും ചെയ്ത സമയത്ത് മന്ത്രവാദിനിക്ക് ഏത് സാമുവേലാണെന്ന് അപ്പോഴാണ് മനസ്സിലായി. പ്രവാചകനായി സാമുവേലാണ് വന്നത്. ഉടനെ തന്നെ സാവൂളിനോട് ചോദിച്ചു, നീ സാവൂളല്ലേ, എന്തിനാണ് എന്നെ കബളിപ്പിച്ചതെന്ന്. ഉടനെ സാവൂൾ ചോദിക്കുകയാണ് 13-ാമത്, നീ എന്താണ് കാണുന്നത്? അപ്പോൾ സാവൂളിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, മന്ത്രവാദിനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തമാശക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീജ ബോർഡ് എന്ന് പറഞ്ഞ സാധനമൊക്കെ വെച്ച് കളിച്ച് ചില ആളുകൾ ആത്മാക്കളെ വിളിച്ചു വരുത്തി കുഴപ്പത്തിലൊക്കെ ചെന്നപ്പെടാറുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴൊന്നും ഈ വിളിച്ചു വരുന്ന ആളുകൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. കൂടെ ഇരുന്ന് വെറുതെ തമാശയ്ക്ക് വേണ്ടി ഇപ്പോൾ ആളുകൾ ഇവിടെ ഒരുത്തൻ ഈ വീജ ബോർഡ് കളിച്ച് മാനസിക രോഗി പോലെയായി പൈശാചിക പീഡ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവനോട് സംസാരിക്കാൻ അച്ഛൻ എന്നോട് പറഞ്ഞു. അവനോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, മോനെ നീ എന്തിനാണ് ഇത് ചെയ്തത്? ഉടനെ അവനോട് പറയാം, ബ്രദർ ഐ ജസ്റ്റ് ഡിഡ് ഫോർ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. എന്താണ്? ഐ ജസ്റ്റ് ഡിഡ് ഇറ്റ് ഫോർ ക്യൂരിയോസിറ്റി, ജിജ്ഞാസയ്ക്ക് വേണ്ടി. ഇതെന്താ സംഭവം എന്നറിയാനുള്ള ജിജ്ഞാസയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അവസാനം എന്തായി? പൈശാചിക പീഡയ്ക്ക് അടിമപ്പെട്ടു. പിന്നെ അവന് തുടർച്ചയായിട്ട് കൗൺസിലിംഗ് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അച്ഛൻ നിരവധി തവണ ബന്ധന പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ആ മകനെ വിടുതൽ കിട്ടിയത്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നവനാണ്, ഡ്രോപ്പ് ഔട്ടായി, പ്രശ്നമായി. പിന്നെ അത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് പിന്നെ എന്തായാലും കോഴ്സൊക്കെ പഠിച്ച് ഇപ്പോൾ മിടുക്കനായി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്. ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു. നീ എന്താണ് കാണുന്നതെന്ന് ചോദിച്ച സമയത്ത് അപ്പോൾ സാവൂളിനൊന്നും കാണാൻ പറ്റുന്നില്ല, മന്ത്രവാദിനിയെ കാണാൻ പറ്റും. നീ എന്താണ് കാണുന്നത്? ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു. അവൻ വീണ്ടും ചോദിച്ചു, അവൻ്റെ രൂപം എങ്ങനെ? അവൾ പറഞ്ഞു, ഒരു വൃദ്ധനാണ് കയറി വരുന്നത്, അങ്കി ധരിച്ചിരിക്കുന്നു, പുരോഹിതന്മാർ ധരിക്കുന്ന അങ്കി ധരിച്ചിരിക്കുന്നു. അത് സാമുവേലാണെന്ന് സാവൂളിന് മനസ്സിലായി. അവൻ സാഷ്ടാംഗം വീണ് വണങ്ങി. അവൻ കാണുന്നില്ല, രൂപവും വസ്ത്രവും ഒക്കെ ഏകദേശം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണ്? സാമുവേലാണെന്ന് ഇപ്പോൾ ആർക്ക് മനസ്സിലായി? സാവൂളിന് മനസ്സിലായി. അത് സാമുവേലാണെന്ന് മന്ത്രവാദിനിക്ക് ആദ്യമേ മനസ്സിലായി. ഇപ്പോൾ സാവൂളിന് മനസ്സിലായി ഇത് സാമുവേലാണ്. സാമുവേൽ അവനോട് ചോദിച്ചു, നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തത് എന്തിന്? വന്ന വഴിക്ക് തന്നെ സാമുവേലിന് സാവൂളിനെ കാണാം, സാവൂളിന് സാമുവേലിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ സാമുവേൽ വന്ന വഴിക്ക് ചോദിച്ചെന്താണ്? നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തിയത്
എന്തിനെന്ന് ചോദിച്ചു. നമ്മൾ ഈ മരിച്ച ആളുകളൊക്കെ മരിച്ചു കഴിയുമ്പോൾ അത് ആ കുറിയിൽ എഴുതുന്നൊരു വാക്യമുണ്ട്. എന്താണ്? കർത്താവിൽ ഉറക്കെ പറഞ്ഞേ, കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചും കൂടെ സ്റ്റൈലിൽ അവർ എഴുതി വയ്ക്കുക. എന്താണ്? റെസ്റ്റ് ഇൻ പീസ്. എന്താണ്? സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുകയാണ്. കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നു, അല്ലെങ്കിൽ സമാധാനത്തിൽ വിശ്രമിക്കുന്നു. റെസ്റ്റ് ഇൻ പീസ്. അങ്ങനെ റെസ്റ്റ് ഇൻ പീസിലിരിക്കുന്ന സാമുവലിനെ വിളിച്ചു വരുത്തി. ആ വിളിച്ചു വരുത്തിയത് സാമുവലിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ചോദിച്ചത് എന്താണ്? നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തിയത് എന്തിന്? നീ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തുന്നത്? ഞാൻ ഉടനെ സാമുവലിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഫിലിസ്തീർ എനിക്ക് യുദ്ധം ചെയ്യുന്നു, ദൈവമാകട്ടെ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അവൻ്റെ പ്രതിസന്ധി അവൻ സാമുവൽ പ്രവാചകനോട് പറഞ്ഞു. അവിടുന്ന് പ്രവാചകന്മാരിലൂടെ സ്വപ്നത്തിലൂടെ എനിക്ക് ഉത്തരം നൽകുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടത് അങ്ങയെ വിളിപ്പിച്ചത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് മരിച്ചുപോയ ആളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ മരിച്ചു പോകുന്ന ആളുകളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന വേറൊരു തരം പരിപാടിയും കൂടെ ഉണ്ട്. അതിന് സ്പിരിറ്റിസം എന്നാണ് പറയുന്നത്. നമ്മൾ ഓർക്കുക, ഇവരൊക്കെ കർത്താവിൽ നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുകയാണ്, റെസ്റ്റ് ഇൻ പീസിലാണ്. അത്തരം ആളുകളെ വിളിച്ചു വരുത്താൻ പാടില്ല. കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ അവരവിടെ കർത്താവിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ സ്പിരിറ്റിസം ഉപയോഗിച്ചുകൊണ്ട് വിളിച്ചു വരുത്തി. നേരത്തെ നെക്രോമാൻസി ആയിരുന്നു, ഇപ്പോൾ അത് സ്പിരിറ്റിസത്തിലേക്ക് മാറി. സാമുവൽ പറഞ്ഞു, കർത്താവ് നിന്നിൽ നിന്ന് അകന്ന് നിനക്കെതിരായിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവുമായി നീ ആദ്യം നിരപ്പിലാവുക. കർത്താവ് നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നിടത്തോളം കാലം നീ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. എന്നിലൂടെ അരുളി ചെയ്തതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞെന്താണ്? പണ്ട് സാമുവൽ പറഞ്ഞ ഒരു പ്രവചനം ഒന്നും കൂടെ ആവർത്തിച്ചെന്ന്, അവിടുന്ന് രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിൻ്റെ അയൽക്കാരനായ ദാവീദിനെ കൊടുത്തിരിക്കുന്നു. രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിൻ്റെ രാജ്യം നിൻ്റെ അയൽക്കാരനായ ദാവീദിനെ കൊടുത്തിരിക്കുന്നു. സാവൂൾ 40 വർഷം ഇസ്രായേൽ ഭരിച്ചു. 18 വയസ്സുള്ളപ്പോഴാണ് സാമുവൽ പ്രവാചകൻ വന്ന് കൊമ്പിൽ അഭിഷേക തൈലം ഒഴിച്ച് ജെസ്സയുടെ 7 മക്കളെ വിളിച്ചു നിർത്തി. ആ മുതിർന്നവർ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളൊന്നും അതല്ല എന്ന് പറഞ്ഞ് അവസാനം ആട് മേയ്ക്കുന്ന പയ്യൻ്റെ മേൽ 18 വയസ്സുള്ള യുവാവിൻ്റെ മേൽ കൊമ്പിലെ തൈലം എടുത്ത് അഭിഷേകം ചെയ്ത് അവനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പക്ഷേ അവൻ അഭിഷേകം ചെയ്തെങ്കിലും അവൻ രാജാവായില്ല 18-ാം വയസ്സിൽ. ഇപ്പോൾ ദാവീദിന് വയസ്സ് 40. ആ 40-ാമത്തെ വയസ്സെത്തിക്കഴിഞ്ഞ സമയത്ത് പ്രവാചകൻ വീണ്ടും ആവർത്തിക്കുന്നു. എന്താണ് ആവർത്തിക്കുന്നത്? രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിൻ്റെ അയൽക്കാരനായ ദാവീദിനെ കൊടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചില്ല, അമലേക്കിൻ്റെ മേൽ അവിടത്തേക്കുള്ള ഉഗ്രകോപം നീ നടപ്പാക്കിയില്ല, അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് കാരണമുണ്ട്. അമലേക്കർ എന്ന് പറയുന്ന ഇസ്രായേലിലെ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പേരുകൾ ചിലത് വായിക്കാറുണ്ട്. ഹിത്യർ, ജബൂസിയർ, അമോണിയർ, മൊവാബിയർ, മിദിയൻ, കുഷ്യർ എന്നൊക്കെ പറഞ്ഞ് പല പേരുകൾ നമ്മൾ, എദോമിയർ, ഇങ്ങനെയുള്ള പല പേരുകൾ നമ്മൾ വായിച്ചു പറഞ്ഞു. അതിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ആളുകളാണെന്ത്? ഈ അമലേക്കർ എന്ന് പറയുന്നത്. ഈ അമലേക്കരെ ദേശത്തുനിന്ന് ബഹിഷ്കരിച്ച് പുറത്താക്കി ദേശം പരിപൂർണമായിട്ട് നിയന്ത്രണത്തിലാക്കണമെന്ന് ദൈവം ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൽപ്പനയുടെ കാര്യം കുറേ കൂടെ പുറകിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാഹത്തിനെ വിളിക്കുന്ന സമയത്ത് ഊർ ദേശത്ത് കിടന്ന അബ്രാഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തെയെല്ലാം പറയുന്നു. അങ്ങനെ തൻ്റെ ചാർച്ചക്കാരെയും ബന്ധുജനത്തിനെയും വിട്ടുകൊണ്ട് എബ്രാഹവും സാറയും ലോത്തും കൂടെ കാനാൻ ദേശത്ത് ചെല്ലുന്നു. ആ കാനാൻ ദേശത്ത് ചെന്നതിന് ശേഷം നമ്മളവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ആ കാനാൻ ദേശത്ത് എത്തിയതിന് ശേഷം ദൈവം വീണ്ടും അവനോട് അരുളി ചെയ്യുകയാണ്. എന്താണ്? 7 വാഗ്ദാനങ്ങൾ, 7-fold ബ്ലെസ്സിങ്സ് ഓഫ് എബ്രഹാം എന്ന് പറഞ്ഞിട്ട് 7 വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. എന്താണ് കൊടുക്കുന്നത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും, നീ അനുഗ്രഹിക്കുന്നവരൊക്കെ അനുഗ്രഹീതരായി മാറും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിനക്ക് ദേശം, നീ കാല് കുത്തുന്ന ദേശം നിൻ്റേതായി മാറും, നിനക്ക് തലമുറകളെ തരും, രാജാക്കന്മാരും പ്രഭുക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, ഞാൻ നിനക്കൊരു പരിചയമായിരിക്കും, ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിരവധി വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. അവസാനം പറയുന്നുണ്ട് എന്താണ്? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് എബ്രഹാം ചോദിക്കുകയാണ്, എന്താണ്?
ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു. സന്താനമില്ലാത്ത എനിക്ക് ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? എൻ്റെ ദാസനായ അടിമകളുടെ തലവനായ ഏലിയാസറിനാണ് ഇതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു. ഉടനെ ദൈവം പറയുന്നുണ്ട്, അല്ലല്ല, ഏലിയാസറിനല്ല, നിനക്ക് സാറയിൽ ജനിക്കുന്ന ആരാ? ഇസ്ഹാക്കിലൂടെയാണ് ഈ അനുഗ്രഹം മുഴുവൻ മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം പറയുന്നത്, എന്നിട്ട് പേര് ഞാൻ മഹത്തരമാക്കും. ഇതൊക്കെ പറഞ്ഞെങ്കിലും ഈ ദേശം തലമുറയായിട്ട് ഇവിടെ താമസിക്കുന്നു. 4-5 തലമുറ കഴിഞ്ഞപ്പോൾ ഈജിപ്തിൽ അടിമത്തിലേക്ക് പോകുന്നു. 430 വർഷക്കാലം ഈജിപ്തിൽ അടിമത്തിന് ശേഷം തിരികെ വരുന്നു. ഈ തിരികെ വന്നെങ്കിലും ദേശം കീഴടക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ദേശം കീഴടക്കാനുള്ള അവസാനത്തെ ഒരു ശത്രുവായി നിന്നിരുന്നതാണ് അമലേക്കര്. ആ അമലേക്കരെ പരാജയപ്പെടുന്നതിന് പകരം അവരുമായിട്ടൊരു കോംപ്രമൈസിലേക്ക് കടന്നു ചെന്നു. ആ കോംപ്രമൈസിൽ പോയത് കൊണ്ട് തന്നെ ദൈവം ആ കാര്യത്തിൽ സാവൂളിന് നൽകിയിരുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പിന്മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ട് അവസാനം പറയുകയാണ്, കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചില്ല, അമലേക്കിൻ്റെ മേൽ അവിടത്തേക്കുള്ള ഉഗ്രകോപം നീ നടപ്പാക്കിയില്ല, അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. കൂടാതെ നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്തീയരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. നിന്നെ മാത്രമല്ല, നിൻ്റെ ദേശം മുഴുവൻ ആര് പിടിച്ചടക്കും? ഫിലിസ്തീയ സൈന്യം, പഴയ ഗോലിയാത്തിൻ്റെ പാർട്ടിക്കാർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. നീയും നിൻ്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും. എന്താ പറഞ്ഞേ? നീയും നിൻ്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും. എന്താ മനസ്സിലായത്? എന്നോട് ചേരുമെന്ന് പറഞ്ഞാൽ സാമുവേൽ മരിച്ചു കഴിഞ്ഞു. സാമുവേലിനോട് ചേരുമെന്ന് പറഞ്ഞാൽ എന്താ? നീയും നിൻ്റെ പുത്രന്മാരെല്ലാം നാളെ വധിക്കപ്പെടും. അതോടുകൂടി നിൻ്റെ നാമം ഇസ്രായേലിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യും. രാജ്യത്വവും ദാവീദിന് ലഭിക്കുകയും ചെയ്തു. നമ്മൾ തുടർന്ന് വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, അടുത്ത നാൾ നടക്കുന്ന യുദ്ധത്തിൽ സാവൂൾ കൊല്ലപ്പെടുന്നു. സാവൂളിൻ്റെ മകനായ ജോനാഥൻ ഉൾപ്പെടുന്ന മുഴുവൻ മക്കളെയും കൊല്ലപ്പെടുന്നു. ഫിലിസ്തീയർ അവരെ വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്യുന്നു. അതിൻ്റെ അന്ത്യം സംഭവിക്കുന്നു. തുടർന്ന് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി മാറുകയും ചെയ്തു. ഈ സംഭവം വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസികളായ നാം വിശ്വാസത്തെ ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് പോകരുത്. പല ആളുകളും പലതരത്തിലുള്ള ഈ സത്യവിശ്വാസത്തിന് എതിരായിട്ടുള്ള, അല്ലെങ്കിൽ 1-ാം പ്രമാണത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്ന തരത്തിൽ, വിശ്വാസ സത്യങ്ങളെ മാനിക്കാത്ത തരത്തിലുള്ള പല പ്രവൃത്തിയിലേക്കും പലപ്പോഴും കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന സമയത്തൊക്കെ അത് അവർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളായി മാറുകയും ചെയ്യും.